ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായിൽ സ്നേഹിക്കപ്പെടുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, കുഞ്ഞുമക്കളെ, നീ പ്രഭാതം ദൈവം നമ്മൾക്ക് അനുഗ്രഹമായി നൽകിയിരിക്കുക. അനേകർ ഈ ലോകത്തിൽ നിന്ന് വേർപിരിഞ്ഞപ്പോഴും ഒരു ദിവസം കൂടി ദൈവം നമുക്ക് നൽകി, നമ്മളെ അനുഗ്രഹിച്ചു. ദൈവവചനങ്ങൾ ശ്രവിക്കുവാൻ, അർത്ഥം മനസ്സിലാക്കുവാൻ, തൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ. ഇന്ന് നമ്മൾ കാണുന്ന ധ്യാന ഭാഗം യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം 23 മുതൽ 27 വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ്. പിതാവിനെയും പുത്രനെയും നിഷേധിക്കുന്നവനാരോ അവനാണ് അന്ത്യക്രിസ്തു. പിതാവിനെയും പുത്രനെയും നിഷേധിക്കുന്നവനാരോ അവനാണ് അന്ത്യക്രിസ്തു. ക്രിസ്തുവിനെ അല്ലെങ്കിൽ പുത്രനെ നിഷേധിക്കുന്നവനിൽ പിതാവുമില്ല. പുത്രനെ ഏറ്റുപറയുന്നവനിൽ പിതാവുണ്ടായിരിക്കും. തുടർന്ന് നമ്മൾ കാണുന്നത് 27-ാം തിരുവചനത്തിലേക്ക് എത്തുമ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട്: ക്രിസ്തുവിൽ നിന്ന് നിങ്ങൾ സ്വീകരിച്ച അഭിഷേകം നിങ്ങളിൽ നിലനിൽക്കുന്നു. ആയതിനാൽ മറ്റാരും നിങ്ങളെ ഒന്നും പഠിപ്പിക്കേണ്ടതില്ല. അവൻ്റെ അഭിഷേകം എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നിങ്ങളെ പഠിപ്പിക്കും. ഇത് സത്യമാണ്, വ്യാജമല്ല. അവൻ പഠിപ്പിച്ചത് അല്ലെങ്കിൽ ക്രിസ്തു പഠിപ്പിച്ചത് അനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തണം. അല്ലെങ്കിൽ ക്രിസ്തു പഠിപ്പിച്ചതനുസരിച്ച് അവനിൽ നിങ്ങൾ വസിക്കുവിൻ. സ്നേഹമുള്ളവരെ, ആത്മാവിൻ്റെ അഭിഷേകം നമ്മളിലേക്ക് നിറയപ്പെടുന്നത് പുത്രൻ പിതാവിൽ നിന്ന് അയക്കപ്പെടുന്ന ആത്മാവിനെയാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, അവൻ്റെ അഭിഷേകം നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ അഭിഷേകം സ്വീകരിച്ച നമ്മളെ ദൈവം ആരെയാണോ ദൈവജനത്തെ ഭരമേൽപ്പിച്ചത്, നമ്മൾക്കറിയാം, പത്രോസിനോട് പറഞ്ഞു, ശിമോനെ, നീ പാറയാകുന്നു, പാറമേൽ എൻ്റെ സ്തവ സ്ഥാപിക്കും. സഭയിൽ നിന്നാണ് നമ്മൾ ദൈവവചനം കേട്ടത്. സഭയിൽ നിന്നാണ് നമ്മൾ കുദാശകൾ സ്വീകരിച്ചത്. ഇതെല്ലാം അഭിഷേകത്തോടു കൂടി നമ്മളിലേക്ക് കടന്നു വരികയാണ്. ഈ അഭിഷേകം നമ്മളിലുണ്ട്. ഈ അഭിഷേകമാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. സഭയിൽ നിന്ന് കാലഘട്ടങ്ങളിലായിട്ട് അല്ലെങ്കിൽ വിവിധ കാലഘട്ടങ്ങളിലായിട്ട് ദൈവം നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കും. ദൈവത്തിൻ്റെ അഭിഷേകം സഭയിലൂടെ ഒഴുകപ്പെടുന്നു. അത് നിരന്തരം ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് സഭാ ജനത്തിന് പൂർണ്ണമായും അത് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. എന്നെ ശ്രവിക്കുന്ന ദൈവമക്കളെ, ദൈവത്തിൻ്റെ അഭിഷേകത്തിൽ നിറഞ്ഞു നിന്ന് ജീവിക്കുവാൻ, ഈശോയോട് ഒത്തുവസിക്കുവാൻ തക്കവിധം കൃപ ലഭിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് നമ്മൾ പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നത് ഡൽഹിയിലായിരിക്കുന്ന ബിന്ദു എന്ന മാൾക്ക് വേണ്ടിയിട്ടാണ്. അവൾക്ക് പ്രത്യേകമായ ഒരു സ്കാൻ ചെയ്യുകയാണ്. ഉദരസംബന്ധമായ മാരകപരമായ രോഗത്തിൻ്റെ ഉള്ള ലക്ഷണമാണോ എന്ന് പോലും സംശയിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ദൈവമേ, അങ്ങനെ യാതൊരുവിധ രോഗാണുക്കളും അവൾ പ്രവേശിക്കുവാൻ നീ അനുവദിക്കരുത്. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അവ പൂർണ്ണമായും അവൾ നിഷ്കാസനം ചെയ്യണമേ. അങ്ങയുടെ കരമൊന്ന് നീട്ടിയാൽ ആ മകൾ സൗഖ്യം പ്രാപിക്കും. മരിച്ചവരെ ഉയർപ്പിച്ച മിശിഹായെ, നീ ആ മകളുടെ മേലൊന്ന് കരം നീട്ടണമേ. പൂർണ്ണമായ സൗഖ്യത്തിലേക്ക് ആ മകളെ നീ നയിക്കണമേ. ക്യാൻസർ, ട്യൂമർ രോഗത്താൽ വേദനിക്കുന്ന അനേകം മക്കളുണ്ട്. ദൈവമേ, ആ രോഗികളുടെ മേൽ നിന്റെ കരമൊന്ന് നീട്ടണമേ. ഈശോയെ, ആ വ്യക്തികളെ പൂർണ്ണമായും സൗഖ്യപ്പെടുത്തണമേ. അങ്ങയുടെ നാമം ഏറ്റുപറഞ്ഞ്, അങ്ങയുടെ വചനങ്ങൾ സ്വീകരിച്ച്, അങ്ങയുടെ ഉദാശകൾ സ്വീകരിച്ച് മുന്നോട്ട് പോയ അനേകം മക്കൾ രോഗം ബാധിച്ചിട്ടും അവർ സന്തോഷത്തോടു കൂടി ദീർഘനാൾ ജീവിച്ചിരിപ്പുണ്ട്. ദൈവമേ,
ഇപ്പോൾ ആയിരിക്കുന്ന രോഗമുണ്ടെങ്കിൽ പൂർണ്ണമായ രോഗം മാറ്റുവാനും ദീർഘായുസ് നില മക്കളെ അനുഗ്രഹിക്കണം നാഥൻ ഇടവരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശംശിയായിക്ക് സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധ അമ്മേ, ആശ്രയമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം മധ്യസ്ഥം വഹിക്കണമേ.